ചലച്ചിത്ര ലോകത്തെ ഇന്നും പിടിച്ചുകുലുക്കുന്ന നടിയെ ആക്രമിച്ച കേസിലെ കോടതി നടപടികൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ വിഷയം വീണ്ടും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കേസിൽ പ്രതിയായ മലയാള സിനിമയിലെ പ്രമുഖ നടനായ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയത്. എന്നാൽ ശിക്ഷാവിധി വരാനിരിക്കെ കോടതിയുടെ ഈ നടപടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ശക്തമായ പ്രതികരണങ്ങൾ ഉയരുന്നുണ്ട്. പ്രശസ്ത പ്രഭാഷകനും ചിന്തകനുമായ സുനിൽ പരമേശ്വരൻ ഈ വിഷയത്തിൽ നടത്തിയ വൈകാരികമായ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത് അതിജീവിതയ്ക്ക് വേണ്ടി ഒരു പെൺകുട്ടി എഴുതിയ കത്തിലെ ഉള്ളടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ഇത് കേവലം ഒരു നിയമപരമായ വിഷയമല്ലെന്നും സമൂഹത്തിന്റെ ധാർമ്മികമായ അടിത്തറയെ ചോദ്യം ചെയ്യുന്ന ഒരു മഹാവിപത്താണെന്നും അദ്ദേഹം അടിവരയിടുന്നുണ്ട്. ഈ വിഷയം പൊതുവേദിയിൽ സംസാരിക്കാൻ ആഗ്രഹിച്ചതല്ല എന്നും സുനിൽ പരമേശ്വരൻ പറഞ്ഞു. എന്നാൽ തന്റെ മനസ്സിലേക്ക് തുളച്ചു കയറിയ ഒരു സന്ദേശം അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചു. വേട്ടയാടപ്പെട്ടവൾക്ക് ഒപ്പം എന്ന് തലക്കെട്ട് നൽകി ഒരു പെൺകുട്ടി എഴുതിയ കുറിപ്പാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ആധാരമായത്. ആ കുറിപ്പിലെ വാക്കുകൾ അത്രത്തോളം കഠിനവും യാഥാർത്ഥ്യവുമായിരുന്നു. പ്രിയപ്പെട്ടവളെ, നീ അതിജീവിതയല്ല, വേട്ടയാടപ്പെട്ടവളാണ്. ഈ ഒരൊറ്റ വാചകം തന്നെ കേസിന്റെ യഥാർത്ഥ മാനത്തെ വരച്ചു കാട്ടുന്നുണ്ട്. നിയമത്തിന്റെ കണ്ണിൽ അതിജീവിത എന്ന ലേബൽ നൽകി നീതി വൈകിപ്പിക്കപ്പെടുമ്പോഴും ഒരു സ്ത്രീ അനുഭവിച്ച ക്രൂരമായ യാതനയുടെ തീവ്രത ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. സുനിൽ പരമേശ്വരൻ കത്തിലെ ഭീകരമായ ഭാഗങ്ങൾ എടുത്തു പറഞ്ഞു. തന്റെ നഗ്നത മുഴുവൻ വേട്ടനായ്ക്കൾക്ക് മുൻപിൽ അടിയറവ് പറയേണ്ടി വന്നവൾ, അരുതേ അരുതേ എന്ന് പറഞ്ഞിട്ടും കരഞ്ഞിട്ടും തന്റെ സമ്പത്തിൽ നിന്നും എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടും നഗരത്തിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വണ്ടിയിൽ വെച്ച് വേട്ടയാടപ്പെട്ടവളുടെ കഥയാണിത്. ഈ വിവരണങ്ങൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ വേദനയും രോഷവും നിറയ്ക്കുന്നതാണ്. ആ പെൺകുട്ടിയുടെ വേദന നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റും? അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയം ലക്ഷോപലക്ഷം പേരുടെ വെന്ത് നീറുന്ന വേദനയാണെന്ന് സുനിൽ പരമേശ്വരൻ പറയുന്നുണ്ട്. ഒരുപാട് പേരാണ് ഇക്കാര്യം ചോദിച്ചുകൊണ്ട് തന്നെ വിളിക്കുന്നത്. ഒരു സ്ത്രീ അതിക്രൂരമായി വേട്ടയാടപ്പെട്ടു. അതിനു പിന്നിൽ ആരൊക്കെയാണോ പ്രവർത്തിച്ചതും കൂട്ടുനിന്നതും അവരെല്ലാം തലമുറകൾ ഭീകരമായ ശാപത്തിന് ഉടമകളാകുമെന്നാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ്. ജുഡീഷ്യറിയിൽ വിശ്വാസം നഷ്ടമായിട്ടില്ല എന്ന് പറയുമ്പോഴും കേസിന്റെ പിന്നാമ്പുറങ്ങളിൽ നടന്നേക്കാവുന്ന അവിശുദ്ധ നീക്കങ്ങളെ കുറിച്ച് അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട്. PR വർക്കും പണക്കൊഴുപ്പും കൊണ്ട് ആർത്തി പൂണ്ട ആരൊക്കെയോ അദ്ദേഹം പേരെടുത്ത് പറയാതെ നടത്തിയ ഈ പരാമർശം കേസിന്റെ നിയമപരമായ നടപടികൾക്കപ്പുറം പണവും സ്വാധീനവും ഉപയോഗിച്ച് നീതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന പൊതുജന വികാരം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ആർക്കൊക്കെയാണോ ഈ ശാപം ചെന്നെത്തുന്നത് അവർക്ക് പിടിച്ചു നിൽക്കാൻ ദൈവത്തിന്റെ കാൽപാദങ്ങൾ ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യം ഒരു നാൾ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ആര് ജയിലിൽ കിടക്കുന്നു എന്നതല്ല വിഷയം. ആരൊക്കെയാണ് ഇതിന് പിന്നിൽ? അവർ അനുഭവിക്കുന്ന മഹാവിപത്ത് വലുതായിരിക്കും. തലമുറകൾ അവർ അനുഭവിക്കേണ്ടി വരും. ഈ വാക്കുകൾ ശക്തമായൊരു താക്കീതാണ്. വിധി വന്ന ദിവസത്തെ ഒരു വ്യക്തിപരമായ അനുഭവം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഈ വേദനയുടെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ കേസിൽ വിധി വന്ന ദിവസം എന്റെ ഭാര്യ കല ടീച്ചർ വാതിലടച്ചുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു. അങ്ങനെ എത്രയോ വീടുകളിൽ ആളുകൾ കരയുന്നുണ്ടാവും. അദ്ദേഹം പറയുകയുണ്ടായി, ഇത് കേവലം ഒരു സിനിമാ താരത്തിന്റെ വിഷയമായല്ല, മറിച്ച് തങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു സഹോദരിയുടെ വേദനയായിട്ടാണ് സ്ത്രീകൾ ഇതിനെ കാണുന്നത്. ആരാണോ അതിന്റെ പിന്നിൽ നിൽക്കുന്നത്, അതുമായി ബന്ധമുള്ളത്, അവർക്ക് ഉന്മൂലനാശം വരട്ടെ എന്നാണ് കുറിപ്പിൽ പറയുന്നത്. മറ്റാരുമല്ല, എന്റെ ഭാര്യ തന്നെയാണ് വാട്സാപ്പിൽ അയച്ചു തന്നത്. ഈ വേദനയുടെ ശാപം വളരെ വലുതായിരിക്കും. ഇതൊരു സ്ത്രീയുടെ വേദനയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇവരൊക്കെ മനുഷ്യരാണോ? അവൻ 30,000 രൂപയുടെ ഷൂ ധരിച്ചിട്ടും 1 ലക്ഷത്തിന്റെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടും എന്ത് കാര്യം? എടോ, തനിക്ക് അമ്മയും പെങ്ങന്മാർ ഇല്ലേ? സഹോദരി ഇല്ലേ? നിന്റെ സർവനാശം പ്രവചിക്കാൻ എനിക്കൊരു മടിയുമില്ല എന്നും കടുത്ത ഭാഷയിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. താൻ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ കേൾക്കുന്ന ആളാണെന്ന് പറഞ്ഞ സുനിൽ പരമേശ്വരൻ സ്ത്രീയെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഒരുപാട് പേരുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച ആരും ഉണ്ടാവാതിരിക്കട്ടെ എന്നും അദ്ദേഹം പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് ആർക്കും അയാളെ രക്ഷിക്കാൻ കഴിയില്ല. ഈ കേസ് മലയാള സിനിമയിലെ ധാർമ്മിക നിലവാരത്തെയും പൊതുസമൂഹത്തിലെ സ്ത്രീ സുരക്ഷിതത്വത്തെയും കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സന്തോഷ് പണ്ഡിറ്റിനെ പോലുള്ളവർ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ചിലർ പകപോക്കുന്നു. മലയാള സിനിമയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് സാധ്യത എന്ന് പറയുമ്പോൾ സുനിൽ പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവർ അതിജീവിതയുടെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതിനിടെ ഇര വൈദ്യപരിശോധനയ്ക്ക് തയ്യാറായിട്ടില്ല. ഹൈക്കോടതി സുനിയെ വെറുതെ വിട്ടേക്കാമെന്ന് അഖിൽ മാരാർ പ്രതികരിച്ചതും വാർത്തയായിരുന്നു. എന്നാൽ സുനിൽ പരമേശ്വരന്റെ പ്രതികരണം നിയമപരമായ വാദങ്ങൾക്കപ്പുറം മനുഷ്യന്റെ അടിസ്ഥാനപരമായ നീതിബോധത്തെയും ധാർമ്മിക ഉത്തരവാദിത്വത്തെയും കുറിച്ചുള്ളതാണ്. നിങ്ങൾ ചെയ്ത തെറ്റ്, ആ തെറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റാതെ പോയതുകൊണ്ടാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കുറ്റകൃത്യം ചെയ്തവർക്കുള്ള ഒരു താക്കീതാണ്. ഒരു സ്ത്രീയുടെ കണ്ണീരിന് വില നൽകേണ്ടി വരുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ വാക്കുകളിൽ നിറയുന്നത്. ഈ സംഭവത്തിന്റെ അലകൾ മലയാള സിനിമയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം.